Assalamualaikum, welcome back to my channel. ആറ് മുട്ടയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മഞ്ഞക്കറുവും മുട്ടയുടെ വെള്ളയും വേർതിരിക്കാം. ഇനി ഇതിലേക്ക് ക്രീം ഫില്ലിംഗ് കൂടെ റെഡിയാക്കണം. ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മൈനസ് ചേർക്കാം. കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്വീറ്റ് ചില്ലി കെച്ചപ്പ് ചേർക്കാം. ഇതിന് പകരം ടൊമാറ്റോ കെച്ചപ്പും ചേർക്കാം. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കാം. ക്രീം ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ആദ്യം കട്ട് ചെയ്ത മുട്ടയുടെ വെള്ള എടുക്കാം. ഇത് മൈദപ്പൊടിയിലൂടെ പൊതിഞ്ഞെടുക്കാം. എല്ലാ ഭാഗം ഒന്ന് പൊതിഞ്ഞെടുത്ത ശേഷം പതിപ്പിച്ചെടുത്ത മുട്ടയിലേക്ക് 2 ഭാഗം മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം. പൊതിഞ്ഞെടുത്ത രീതിയിൽ കവർ ചെയ്തെടുക്കാം. ബ്രെഡിൽ കോട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഫ്രൈ ആക്കി എടുക്കണം. മുങ്ങി പൊരിയാനുള്ള ആവശ്യത്തിന് എണ്ണ ചേർക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത്. ഞാൻ നേരത്തെ ചെയ്തു വെച്ച ക്രീം ഫില്ലിംഗ് സിപ്ലോ ബാഗിലേക്ക് മാറ്റുന്നുണ്ട്. മൊരിഞ്ഞ എഗ്ഗിലേക്ക് ഈ സോഫ്റ്റ് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും ഇഷ്ടാവുന്ന സൂപ്പർ ടേസ്റ്റിയായ എഗ്ഗ് സ്നാക്കാണ്. ചില്ലി പൗഡർ വിതറി കൊടുക്കാം. കട്ട് ചെയ്ത സ്മോൾ പീസ് ഗ്രീൻ ചില്ലി വിതറി കൊടുക്കാം. ഇത്രയുള്ളൂ. അറിയാത്തവർ ഉണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്തു നോക്കൂ. ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.